ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഇന്നത്തെ ഗെറ്റ് റെഡി എന്ന് പറയുന്നത് ഇന്നത്തെ ഗെറ്റ് റെഡി വിത്ത് മീ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം എത്നിക് ഡേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾ ഓൾറെഡി എൻ്റെ ഔട്ട്ഫിറ്റ് കണ്ടു കാണുമല്ലോ, പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ള എത്നിക് ഡേ പ്രിപ്പറേഷനാണ് ഇത്. അപ്പോൾ രാവിലെ തന്നെ 6 മണിക്ക് എണീക്കേണ്ടി വന്നു. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് 9 മണിക്ക് പോകണമായിരുന്നു കേട്ടോ. ക്ലാസ്സിൽ 9 തൊട്ട് 12 മണി വരെ ക്ലാസ് ഉണ്ടായിരുന്നു എത്നിക് ഡേ പ്രമാണിച്ച്. അവിടെ രാവിലെ തന്നെ നേരത്തെ ഒരുങ്ങണം, കാരണം അല്ലെങ്കിൽ പറ്റത്തില്ല. രാവിലെ 6 മണിക്ക് എണീറ്റു. എൻ്റെ റൂംമേറ്റ് സാരി ഡ്രേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ സാരി. ഈ റോക്കിയോ റാണിക്ക് പ്രേം കഹാനി കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഫുൾ ടോട്ടൽ റെഡ് കളർ സാരി വേണമെന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സാരി ഞാൻ കല്യാൺ കേന്ദ്രയിൽ നിന്നാണ് ഈ സാരി മേടിച്ചത്. അപ്പോൾ ഈ സാരിയും ഇതാണ് ആ സാരിയുടെ തന്നെ ബ്ലൗസ് ആയിരുന്നു. അതിങ്ങനെയാണ് തയ്ച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു ഈ ബ്ലൗസ്. ആൻഡ് ഈ ബ്ലൗസിൽ ഒരൊറ്റ പ്രശ്നം പറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിബ്ബായിരുന്നു ഞാൻ ഫിറ്റ് ചെയ്തത്. പക്ഷേ ആദ്യമൊക്കെ ഇട്ട് നോക്കിയപ്പോൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ പിന്നെ സിബ്ബ് ഇച്ചിരി പ്രശ്നമാണ്. അതുകൊണ്ട് ഇനി തൊട്ട് ഞാൻ ഒരിക്കലും എൻ്റെ ബ്ലൗസിൽ സിബ്ബ് ആഡ് ചെയ്യത്തില്ല, ഞാൻ ഉറപ്പിച്ചു. അപ്പോൾ നമ്മളങ്ങനെ റെഡി ആവാൻ പോവാണ്. നമ്മളൊരു നോർമൽ ലുക്ക് തന്നെയാണ് ചെയ്യണത്. ആദ്യമായിട്ട് നമ്മൾ ചെയ്യണം എല്ലാ പ്രൊസീജിയേഴ്സും നമ്മൾ ചെയ്യണം. ഒബ്വിയസ്ലി മോയ്സ്ചറൈസ് ചെയ്യണം, സൺസ്ക്രീൻ ഉപയോഗിക്കണം. സൺസ്ക്രീനൊക്കെ മുഖ്യമാണ് ബിഗിലേ. സൺസ്ക്രീൻ ഇല്ലാണ്ട് വേറെ ഒരു പരിപാടിയില്ല. ആൻഡ് 2 ഫിംഗർ റൂൾ ഉപയോഗിച്ചിട്ടാണ് വേണം സൺസ്ക്രീൻ ഉപയോഗിക്കാൻ. കാരണം ഈ എത്നിക് ഡേക്ക് നമ്മൾ ഉച്ചയ്ക്ക് പോയിട്ടാണ് തുള്ളുന്നത്. അതും ഫുട്ബോൾ ഗ്രൗണ്ടിൽ പൊടിയൊക്കെ നിറച്ചു ഇങ്ങനെയായി. അതിൻ്റെ മണ്ടയിൽ കൂടെയാണ് ജിൻ 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 ജിനാക്ക് എന്നൊക്കെ പറഞ്ഞ് കളിക്കണത്. അപ്പം അതുകൊണ്ട് തന്നെ സൺസ്ക്രീൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അതിന് ശേഷം പിന്നെ ഒന്ന് സ്കിന്നൊക്കെ ഒന്ന് ഓൾറെഡി ആയപ്പോഴത്തേക്കും ഞാൻ പിന്നെ കൺസീലറിനും ഫൗണ്ടേഷനും ഇടാൻ പോയി. ഈ കൺസീലർ എന്ന് പറയുന്നത് എൻ്റെ സ്കിൻ ഷെയ്ഡിന് ഇത് മേബലിൻ്റെ കാരമൽ എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഞാനൊരു ടാൻഡ് സ്കിൻ ടോൺ ഉള്ള ഒരാളാണ്. ഞാൻ ഒരു വീറ്റിഷ് സ്കിൻ ടോൺ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ചേരുന്ന ഒരു ടൈപ്പ് ഓഫ് കൺസീലറാണ് അത്. അതിനുശേഷം ഫൗണ്ടേഷൻ മൈഗ്ലാം എന്നാണ് ഉപയോഗിച്ചത്, മേടിച്ചേക്കുന്നത്. ഇത് നിങ്ങൾ ഏതൊരു സ്റ്റോറിൽ പോകുന്ന സമയത്ത് നിങ്ങൾ മേടിക്കുമ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരോട് പോയിട്ട് ഇട്ട് നോക്കുക നിങ്ങളുടെ മുഖത്ത്. അങ്ങനെ ഇട്ടിട്ട് കറക്റ്റ് സ്കിൻ ഷെയ്ഡാണോ നോക്കിയിട്ട് വേണം എടുക്കാൻ, അല്ലെങ്കിൽ പിന്നെ ഭയങ്കര ഓക്വേർഡായിരിക്കും. അതിന് ഓൾസോ ഒരു കാര്യം കൂടെ പറയാൻ കേട്ടോ, ഞാനൊരു പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ല. ഞാൻ സ്വന്തമായിട്ട് മേക്കപ്പ് പഠിച്ച് ഞാൻ ഇപ്പോഴും ഒട്ടും പെർഫെക്റ്റ് അല്ല. എനിക്ക് കുറേ കാര്യങ്ങൾ ഇനിയും പഠിക്കാനുണ്ട്. ഞാൻ ചില സമയത്ത് കമൻസിലൊക്കെ ചിലർ വന്ന് നല്ലത് പറഞ്ഞു തരാറുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ ഞാൻ കേൾക്കാറുണ്ട്, ഞാൻ വായിക്കാറുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം അങ്ങനെ അതിന് ശേഷം കണ്ണിൻ്റെ മുകളിൽ നമ്മുടെ ഐ പാലറ്റ് ഉപയോഗിച്ചിട്ട് ചെയ്യണതാണ്. അപ്പം റെഡ് കളർ സാരി ആയിരുന്നല്ലോ. അപ്പം ഞാനൊരു ഒരു ഡാർക്ക് പിങ്ക് ഒരു വയലറ്റിഷ് ആയിട്ടുള്ളൊരു പിങ്കും അതിൻ്റെ മുകളിൽ ചെറുതായിട്ടൊരു ഗോൾഡൻ ഗ്ലിറ്റർ ഇങ്ങനെ ജസ്റ്റ് ഡാബ് ചെയ്ത് കൊടുത്തേക്കാണ് കേട്ടോ ഉള്ളത്. വേറെ അതല്ല ചെയ്തേക്കുന്നത്. പിന്നെ ഞാൻ നമ്മുടെ സ്വന്തം സ്മോക്കി ഐസ് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നേക്കുവാണ്. എനിക്ക് കറക്റ്റ് സ്മോക്കി ഐസ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇതാണ് മൈ വേ ഓഫ് ഡൂയിങ് സ്മോക്കി ഐസ് ഗൈസ്. ഒന്നും പറയണ്ട. അങ്ങനെ സ്മോക്കി ഐസ് ഞാൻ ജസ്റ്റ് കാജലിൻ്റെ മുകളിൽ കൂടെ വരച്ചിട്ട് ഐ പാലറ്റിൻ്റെ അകത്ത് ഡാർക്ക് കളർ ബ്ലാക്ക് ഇങ്ങനെ ഗ്ലിറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനിങ്ങനെ സ്മഡ്ജ് ചെയ്തത്. അപ്പോഴത്തേക്ക് എനിക്കിഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റി വന്നായിരുന്നു. ഇതാണ് ലിപ്പ് ഓയിൽ. ഈ ലിപ്പ് ഓയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഇത് മേക്കപ്പ് എടുത്തതിന് മുമ്പായിരുന്നു ഇടേണ്ടത്, ഞാൻ മറന്നുപോയി. അതായത് ഇടയ്ക്ക് ഞാൻ എടുത്തിട്ടത്. അപ്പോൾ ലിപ്പ് ഓയിൽ ഇട്ടതിന് അതിൻ്റെ മണ്ടയ്ക്ക് മണ്ടയ്ക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിലാണ് നമ്മൾ ലിപ്സ്റ്റിക് ഇടുക. അപ്പം ലിപ്പ് ഓയിൽ തേച്ചു. പിന്നെ ബ്ലഷ് ആണെങ്കിൽ ഞാനൊരു സെപ്പറേറ്റ് ബ്ലഷ് അല്ല ഉപയോഗിക്കാറ്, ഞാൻ ലിപ്സ്റ്റിക്കാണ് ബ്ലഷായിട്ട് ഉപയോഗിക്കാറുള്ളത്. ഞാൻ കേട്ടിട്ടുണ്ട് നമ്മൾ ലിപ്സ്റ്റിക് ബ്ലഷായിട്ട് ഉപയോഗിക്കരുത് എന്നല്ല, അതിനെക്കാട്ടും നല്ല നോർമൽ ബ്ലഷ് ഉപയോഗിക്കുന്നതാണ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ലിപ്സ്റ്റിക്കിൻ്റെയാണ് ഉപയോഗിക്കുന്നത്. തലനിറച്ച കുട്ടിയാണ് ഞാൻ പക്ഷേ മേടിക്കും കേസ്, അവിടെ ഞാൻ മേടിക്കുന്നതായിരിക്കും. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന 2 ലിപ്സ്റ്റിക്സ്. ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് എന്നോട് കുറച്ച് പേര് ചോദിക്കാറുണ്ട് ലിപ്സ്റ്റിക്സ് ഏതൊക്കെയാണ്. അപ്പോൾ ഒന്നാമത്തെ ഷോ സ്റ്റോപ്പറിൻ്റെ ഒരു ഷെയ്ഡാണ്. ആ ഷെയ്ഡ് ന്യൂഡ് ഷെയ്ഡാണ് കേട്ടോ. അതിൻ്റെ മുകളിൽ ഷെയ്ഡിൻ്റെ പേരുണ്ടായിരുന്നില്ല. ഞാൻ മേടിച്ച സമയത്ത് എനിക്കറിയാവുന്ന, പിന്നെ ഞാൻ മറന്നുപോയി ഗൈസ്. ഞാനിത് ഒന്നുകൂടെ ഞാൻ ആ കടയിൽ പോകുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഇതെന്ന് പറയുന്നത് മനീഷ് മൽഹോത്രയുടെ നൈറ്റ് ഓറ എന്ന് പറയുന്ന ഷെയ്ഡാണ്. മനീഷ് മൽഹോത്രയുടെ നൈറ്റ് ഓറ. അപ്പം ഇത് രണ്ടും കൂടെ ഇട്ടപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് എൻ്റെ ആ സാരിയുടെ സെയിം കളർ തന്നെയാണ് വന്നത്. ആൻഡ് എൻ്റെ സ്കിൻ ടോണിന് എനിക്ക് ഭയങ്കര ഡാർക്ക് കളേഴ്സ് ആയിട്ടുള്ള ബോൾഡ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്സ് ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ബ്രൈറ്റ് അല്ല, ബോൾഡാണ് എനിക്കിഷ്ടം. അങ്ങനെ കമ്മലിട്ടു. ഈ കമ്മൽ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഗായ്സ്? നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഓണത്തിന് ഞാൻ ഈ കമ്മലായിരുന്നു ഇട്ടത്. അതിന് ശേഷം ഐലൈനർ ജസ്റ്റ് ഇട്ടു. ജസ്റ്റ് ചെറിയൊരു വിങ്ങേ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മസ്കാര കണ്ണിൻ്റെ മുകളിൽ എപ്പോൾ മസ്കാര തേച്ചാലും എൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ആവും. പക്ഷേ ഇന്ന് ഭാഗ്യം ചെയ്ത് എൻ്റെ കണ്ണിലേക്കായില്ല. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, ലെൻസ് ഇടാമല്ലോ എന്ന്. ആദ്യം ഞാൻ ഓർത്തായിരുന്നു ലെൻസ് ഇടണ്ടാന്ന്. പിന്നെ ഈ റൂംമേറ്റ് സാരി ഡ്രേപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് എന്നോട് ചോദിച്ചു, നിനക്ക് ലെൻസ് ഇട്ടൂടെ, ലെൻസ് ഇട്ട രസമല്ലേ? അപ്പം ഞാനാണെങ്കിൽ ലെൻസ് ഇട്ടിട്ട് എൻ്റെ അടുത്ത ആരെങ്കിലും എന്നെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ നാഗിൻ ആ പാട്ടൊക്കെ പാടിക്കൊണ്ട് വരും. കാരണം ശരിക്കും ഒരു പാമ്പ് പോലെയായിരുന്നു ഇരിക്കുന്നത്. അപ്പം ഞാൻ ആദ്യം അതുകൊണ്ട് ഇടണ്ടാന്ന് ഓർത്തത്. പിന്നെ ഞാൻ ഓർത്തത് എന്തായാലും എത്തിനിടയല്ലേ, കുറച്ച് ഗുമ്മൊക്കെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ലെൻസ് കിട്ടും. പിന്നെ ഈ സിൽവർ കളർ ഈ കുപ്പിയോളല്ല കേട്ടോ, നോർമലായിട്ടുള്ള വളകളാണ്. ഈ എന്താ പറയുക, നമ്മുടെ ഈ ഷീൽഡൊക്കെ പോലെ ഉണ്ട്. ഈ കമ്മലല്ലല്ലോ ഗോയ്സ്, ഇതെന്താണ്
റിങ് അങ്ങനെ ഈ റിങ് വിട്ടു. അതിനുശേഷം മുടി ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് നമ്മൾ പാറ്റ് ചെയ്യുമല്ലോ മുടി, വെള്ളം വെച്ചിട്ട് ഇങ്ങനെ നോർമലി വെള്ളം ഇങ്ങനെ പാറ്റ് ചെയ്ത് വെക്കും, സോ ദാറ്റ് കേൾസ് കുറച്ച് നറിഷായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഇന്നത്തെ ഹെയർ സ്റ്റൈൽ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, മുന്നിൽ 2 അല്ലികൾ ഇങ്ങനെ വിടുന്നു, 2 തുത്തുകൾ മുന്നിൽ ഇങ്ങനെ വിടുന്നു. ഞാനൊരു ചുട്ടി മേടിച്ചായിരുന്നു. എനിക്കൊരു ചുട്ടി ഒബ്സഷൻ ഉണ്ട് കേട്ടോ. ഞാൻ എവിടെ ഇങ്ങനെ പ്രോപ്പറായിട്ടുള്ള പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് എനിക്ക് ചുട്ടി ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഐ ഫീൽ ലൈക്ക് ചുട്ടി എൻ്റെ ഫേസിന് കുറച്ചുകൂടെ നല്ല രസത്തിൽ നിൽക്കും. അങ്ങനെ ചുട്ടി ഇടാൻ ശ്രമിക്കുകയാണ്. കണ്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. അങ്ങനെ ചുട്ടി ഇട്ടു. ചുട്ടിൻ്റെ ആ ഭാഗത്തെ തലയിൽ ആ ഭാഗത്തെ മുടി ബാക്കിലേക്ക് ഇങ്ങനെ ജസ്റ്റ് കുറച്ച് കോമ്പ് ചെയ്ത്, കണ്ടില്ലേ, അങ്ങനെ കോമ്പ് ചെയ്തിട്ട് ഓപ്പൺ ആയിട്ടിട്ടു. ഇതാണ് എൻ്റെ ഹെയർ സ്റ്റൈല്. ഭയങ്കര ഡിഫിക്കൽട്ട് ഹെയർ സ്റ്റൈലൊന്നും അല്ല, പക്ഷേ എനിക്ക് ഈ സാരിയുടെ കൂടെ ഇത് ഭയങ്കര ചേരുന്ന പോലെ തോന്നിയായിരുന്നു. ഇനിയാണ് നമ്മുടെ സാരി ഡ്രേപ്പിങ്ങിലേക്ക് നമ്മൾ കടക്കുന്നത്. അപ്പം ഞാൻ തന്നെയാണ് സ്വന്തം സാരി ഡ്രേപ്പ് ചെയ്യണത്. എൻ്റെ അമ്മ ആക്ച്വലി ഒരു സാരി ഡ്രേപ്പിസ്റ്റ്, ലൈക്ക് പ്രോപ്പറായിട്ട് അമ്മയ്ക്ക് സാരി ഉടുക്കാൻ അമ്മ ഒരു സാരി ഡ്രേപ്പിസ്റ്റ് അല്ല, അമ്മയുടെ പ്രൊഫഷൻ അതല്ല. പക്ഷെ അമ്മ സ്ഥിരമായിട്ടും സാരി ഉടുക്കുന്ന ഒരാളായത് കൊണ്ട് തന്നെ അമ്മയ്ക്ക് നല്ല അടിപൊളി ഒരു സാരി ഉടുക്കാൻ അറിയാം. അപ്പം അമ്മയുടെ ഇങ്ങനെ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അമ്മയുടെ 7 ഞാൻ എത്തത്തില്ല. എന്നാലും സ്വന്തമായിട്ട് എനിക്ക് സാരി ഉടുത്ത് മാനേജ് ചെയ്യാൻ അറിയാം. പാർലറിൽ പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ ഞാൻ എൻ്റെ അമ്മേനോട് പറഞ്ഞത് പ്ലീറ്റ് ഇടണം, പ്ലീറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഷേപ്പിൽ നിൽക്കുള്ളൂ എന്നൊക്കെ ആയിരുന്നു പറഞ്ഞത്. പക്ഷേ പ്ലീറ്റ് ഇടാനൊക്കെ വലിയ ചടങ്ങാണ് ഗൈസ്. എനിക്ക് പണിയെടുക്കാൻ വയ്യ. രാവിലെ തന്നെ 6 മണിക്ക് എണീറ്റിട്ട് ഉറക്കം തൂങ്ങുന്ന പോലെ അതിൻ്റെ മണ്ടയിൽ കൂടെ ഈ പ്ലീറ്റ് എടുത്ത് പണിയെടുക്കാൻ വയ്യാത്തതുകൊണ്ട് തന്നെ ഞാൻ ഓർത്തു നമുക്ക് ഒറ്റയ്ക്കിടാം. അത് റോക്കിയോ റാണിക്ക് പ്രേം കഹാനിയിൽ ആലിയ ഭട്ടും ഇങ്ങനെ സിംഗിൾ പ്ലീറ്റ് ആണല്ലോ ഇട്ടേക്കുന്നത്. നമ്മളപ്പം ഓർത്ത് ഓക്കെ എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് ഓർത്ത്. അതിന് ശേഷം പിന്നെ താഴത്തെ ഫ്ലീറ്റ്സാണ് എടുക്കുന്നത്. അപ്പം ഞാൻ ഈ ശരീരത്തേക്ക് നല്ല ഷേപ്പ് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും വലിച്ചിട്ട് ഒരു സൈഡിലേക്ക് ഇങ്ങനെ കുത്താറുണ്ട് കേട്ടോ. സൈഡിലേക്കായിട്ട് ഇങ്ങനെ സേഫ്റ്റി പിന്ന് വെച്ചിട്ട് ഇങ്ങനെ എന്താ പറയുക ലോക്ക് ചെയ്തിടും, സോ ദാറ്റ് അവിടെ ഇങ്ങനെ ഇച്ചിരി ഷേപ്പ് നിൽക്കുമല്ലോ. അല്ലെങ്കിൽ പിന്നെ ഭയങ്കര ലൂസായിട്ടിരിക്കും അരയുടെ ഭാഗത്ത്. അപ്പോൾ നമ്മുടെ ബോഡി ഷേപ്പ് ഇങ്ങനെ പുറത്തേക്ക് കാണത്തില്ല. അത് കഴിഞ്ഞിട്ടാണ് എന്താണ് ഗൈസ്, അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്വന്തം ഫ്ലീറ്റ്സ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സാരി അത്യാവശ്യം വലിപ്പമുള്ളതായതുകൊണ്ട് ഒരു 6-7 ഫ്ലീറ്റ് എങ്ങാനും വന്നിട്ടുണ്ടായിരുന്നു. ഒത്തിരി ഫ്ലീറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് നല്ല മെറ്റീരിയലുള്ള സാരിയാണ് കേട്ടോ. ഇത് ഇങ്ങനെ തെന്നി കിടക്കുന്ന മെറ്റീരിയലാണ്. അപ്പം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഫ്ലീറ്റ് ഇങ്ങനെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ എടുക്കുന്ന സ്ഥലത്ത് നിന്നോളും. നമ്മളായിട്ട് പിന്നെ ഈ താഴേക്ക് ഇങ്ങനെ പിടിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര എന്താ പറയുക, ഓൾ റൈറ്റ് ആയിരുന്നു. അങ്ങനെ നമ്മൾ ഫ്ലീറ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഫ്ലീറ്റ് ഇട്ട് നമ്മൾ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് ആ ഉൾഭാഗത്തും ഞാനൊരു പിന്നു കുത്താറുണ്ട്. കാരണം എപ്പോഴാണ് സാരി ഊരിപ്പോവാന്ന് പറയാൻ പറ്റില്ല. എത്നിക് ഡേക്കൊക്കെ നമ്മൾ ഡാൻസ് കളിക്കാനും ഗ്രൗണ്ടിലൊക്കെ ഇരുന്ന് തുള്ളണ സമയത്തൊന്ന് സാരി ഊരിപ്പോന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ പിന്നെ വൈറലാവും. അതുകൊണ്ട് അങ്ങനെയാണ്. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ ഓവറോൾ ലൈക്ക് ഫുൾ ഗെറ്റപ്പ്. ഇതാണ്. ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുള്ള. എനിക്ക് എൻ്റെ ലുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ബാക്കി ഇതിടാം. ഈ ബ്ലൗസ് ഇങ്ങനെ കോളേജിൽ പോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ എൻ്റെ കോളേജ് വ്ളോഗാണ്, എത്നിക് ഡേ വ്ളോഗാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് പറ്റിയ പ്രശ്നം എന്താണെന്നുള്ളത്. അപ്പം ഇതാണ് എൻ്റെ ഓവറോൾ ലുക്ക്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ഇങ്ങനെ ചുട്ടിയും എന്നോട് ഫ്രണ്ട്സ് പറഞ്ഞു ഇത് ഒരുമാതിരി റിസപ്ഷനൊക്കെ പോകുന്ന പോലെ ഉള്ളത്. പക്ഷേ സാരമില്ല ഗൈസ്, എത്നിക് ഡേ ആയ കുറച്ച് ഓവറൊക്കെ ആവും. അപ്പോൾ എന്തായാലും സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ.